ശ്രീ ഷാജി രാഘവൻ സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനാണ് ഗവർണർ. അതൊരു ഭരണഘടനാ പദവിയാണ്. ആ പദവിയുടെ ഔന്നത്യം കാക്കേണ്ട ബാധ്യത ഗവർണർക്കില്ലേ? അദ്ദേഹം വ്യക്തിപരമായ RSSകാരനാണ്. അദ്ദേഹത്തിന്റെ സ്വകാര്യ മുറിയിൽ അദ്ദേഹം ഗോൾവാൾക്കറുടെയും ഹെഡ്ഗേവാറിന്റെയും ഭാരതാംബയുടെയും ഒക്കെ ചിത്രം വെക്കുന്നു എന്ന് വാർത്ത കണ്ടിരുന്നു. വെക്കാം, അദ്ദേഹത്തിന്റെ സ്വകാര്യ രാഷ്ട്രീയ ആദർശം അനുസരിച്ച് അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൊതു ചടങ്ങുകളിൽ, ഔദ്യോഗിക ചടങ്ങുകളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബിംബങ്ങളെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പദവിയെ തന്നെ അദ്ദേഹം ഇടിച്ചു താഴ്ത്തുകയല്ലേ? നാളെ കേരളത്തിലെ ഒരു മന്ത്രി, അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ, എല്ലാ ഔദ്യോഗിക പരിപാടികളുടെയും ബാക്ക്ഡ്രോപ്പിൽ പുന്നപ്ര വയലാറിന്റെ റെപ്ലിക്ക വേണം, തുടങ്ങുന്നതിന് മുമ്പ് അതിൽ പുഷ്പാർച്ചന നടത്തിയിട്ടേ കേരളത്തിൽ ഔദ്യോഗിക പരിപാടി നടത്താൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഗവർണർ അദ്ദേഹത്തിന്റെ മഹോന്നതമായ ഭരണഘടനാ പദവിയുടെ ഔന്നത്യത്തിന് ഒത്തുപെരുമാറാത്തത്? അഭിലാഷേ, പുന്നപ്ര വയലാർ സ്മാരകവും ഭാരതാംബയും താങ്കൾ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഏത് ഭാരതാംബയാണിത്? ഇങ്ങനെ ഈ ഗവർണറുടെ രാജ്ഭവനിൽ വെച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു ഭാരതാംബ ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നമാണോ? ഏതെങ്കിലും തരത്തിൽ ഒഫീഷ്യലായ ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും ചിഹ്നങ്ങളുടെ, ഇപ്പോ ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം, ദേശീയ ചിഹ്നം ഒക്കെ ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക ചിഹ്നമാണോ? ഈ രാജ്യത്ത് ഭാരതം ഒന്നല്ല ഉള്ളൂ, അതോ രണ്ട് ഭാരതം ഉണ്ടോ? അല്ല, ഈ രാജ്യത്ത് ഈ ലോകത്ത് ഭാരതം ഒന്നല്ല ഉള്ളൂ. എത്ര ഭാരതമുണ്ട്? അല്ല, ഭാരതം ഒന്നേ ഉള്ളൂ. ഈ ഗവർണർ അല്ല, ഞാൻ വരാം. ഞാൻ പറഞ്ഞത് മാതൃഭൂമി ചാനൽ, മാതൃഭൂമി എന്നുള്ള വാക്ക് കേട്ടപ്പോൾ നമുക്കൊക്കെ അഭിമാനമാണ്. മാതൃഭൂമി എന്ന് പറയുമ്പോൾ അത് വെറും ചാനലും പത്രം മാത്രമല്ല, നമുക്ക് ജീവിക്കുന്ന ഈ മണ്ണിനെയും കൂടെ പ്രദാനം ചെയ്യുന്ന ഒരു വലിയ പേരാണത് മാതൃഭൂമി എന്ന് പറയുന്നത്. താങ്കൾ വയലാറിൻ്റെ ഒരു വയലാർ എന്താ പറയുക, അവിടുത്തെ സ്മാരക മന്ദിരവും ഭാരതാംബയുടെ പടവും കൂടെ കമ്പയർ ചെയ്തൊരു അവതരണം നടത്തിക്കൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഞാൻ വരാം. പൊളിറ്റിക്കൽ സിംബൽസ് ആയതുകൊണ്ടാണ് മാതൃഭൂമി എന്നുള്ളത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഇപ്പൊ നിങ്ങളുടെ RSSന്റെ ത്രികോണത്തിലുള്ള കാവിക്കൊടിയും പിടിച്ചു നിൽക്കുന്ന വനിത എങ്ങനെയാണ് ദേശീയ ചിഹ്നമാവുക? എങ്ങനെയാണ് എല്ലാ ഇന്ത്യക്കാരുടെയും ചിഹ്നമായി മാറുക, എല്ലാ ഇന്ത്യക്കാരുടെയും ഭാരതാംബയായി മാറുക? ഇപ്പോ ത്രിവർണ്ണ പതാക പിടിച്ചു നിൽക്കുന്ന ഒരു ശില്പമോ ചിത്രമോ ആയിരുന്നുവെങ്കിൽ ശരി, അത് നമുക്ക് രാജ്യത്തിന്റെ ദേശീയ പതാക പിടിച്ചു നിൽക്കുന്ന ഒരു രൂപമാണല്ലോ. അതിനെ നമ്മൾ രാജ്യത്തെ സിംബിളൈസ് ചെയ്യുകയാണെന്ന മട്ടിൽ കാണാം. ഇപ്പം നിങ്ങളുടെ രാഷ്ട്രീയ അടയാളങ്ങൾ പിടിച്ചു നിൽക്കുന്ന ഒരു പ്രതിമ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചിത്രം വെച്ചിട്ട് നിങ്ങളെല്ലാവരും അതിനെ ഭാരതാംബയായി കണ്ടോളാമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അഭിലാഷ്, ഞാനൊന്ന് പറഞ്ഞു തുടങ്ങിയതല്ല ഉള്ളൂ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ടാഗ് ലൈൻ തന്നെ രാജ്ഭവൻ RSS ശാഖ എന്നുള്ളതാണല്ലോ. ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കാം. ഭാരതാംബയുടെ ഒരു പടം വെച്ചതിൻ്റെ പേരിലാണ് രാജ്ഭവൻ RSS ശാഖയോ എന്ന് ചോദിക്കുന്നതെങ്കിൽ വ്യക്തിപരമായി ഞാൻ വളരെ കൃത്യമായി പറയുന്നു, അതിനകത്ത് ഞാൻ അഭിമാനം കൊള്ളുകയാണ്. കാരണം വെച്ചത് ഭാരതാംബയുടെ പടമാണല്ലോ, മറ്റൊരു പടമല്ലല്ലോ. അതിനകത്ത് അഭിമാനം കൊള്ളുകയാണ് അഭിലാഷ്, ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ബഹുമാന്യനായ സമ്പത്ത്, അദ്ദേഹം മുൻ MP ആണ്, അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, പണ്ട് ജനഗണമന പാടുമ്പോൾ ഭാരത് മാതാ കി ജയ് എന്നുള്ള വിളി ഇല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ പോലും വിളിക്കരുതെന്നാണ് പറഞ്ഞു വെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഞാൻ കേട്ടത് തുടക്കത്തിൽ ഞാൻ കേട്ടത്. സാർ, ഈ ഭാരത് മാതായും ഭാരത് മാതാ കി ജയ്യും 1925 ഉണ്ടായ RSSന്റെ കുത്തകയല്ല സാർ ഇത്. 1936 പോലും മഹാത്മാഗാന്ധി, സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധിജി ഭാരത് മാതാ ക്ഷേത്രം വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ബനാറസിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണിരുന്നു അതിൻ്റെ തുടക്കം കുറിച്ചത്. ഭാരത് മാതാ കി ജയ് എന്നുള്ള വിളി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു മുദ്രാവാക്യമായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം ഏറ്റെടുത്ത് ഇപ്പോഴും നെഞ്ചേറ്റി എന്നുള്ളതാണ് ചോദ്യം. ഷാജി രാഘവൻ, ഏത് ഭാരത് മാതയാണ് രാജേന്ദ്ര ആർലേക്കർ രാജ്ഭവനിൽ വെച്ചിരിക്കുന്നത്? ഭാരത് മാത എന്ന സിംബലിന് ചരിത്രമുണ്ട്. 1873 കിരൺ ചന്ദ്ര ബാനർജി ബംഗാളി സാഹിത്യത്തിൽ എഴുതിയ ആ ഭാരത് മാതയാണോ ഇത്? പോട്ടെ, ഇത് അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ച ഭാരതാംബയുടെ ചിത്രവുമായി എന്തെങ്കിലും സാമ്യമുള്ള ഭാരത് മാതയാണോ? പോട്ടെ, രാജാ രവിവർമ്മ രാജ്യത്തെ ഒരു മാതൃബിംബമായി കണ്ടൊരു ചിത്രം വരച്ചിട്ടുണ്ടല്ലോ, അതിനോട് സാമ്യമുള്ള എന്തെങ്കിലും ആണോ? പോട്ടെ, നമ്മുടെ മലയാളിയായ വിദ്വാൻ പി. കേളു നായർ വന്ദിപ്പിൻ മാതാവിനെ എന്ന്
സ്വാതന്ത്ര്യ സമര കാലത്ത് കവിത എഴുതിയിട്ടുണ്ട്, നാടകം എഴുതിയിട്ടുണ്ട്. ആ ഭാരത് മാതയാണോ? ഇതല്ല, ഇതൊന്നുമല്ല. ഇന്ത്യക്കാരുടെ ഈ മുഴുവൻ ഇന്ത്യക്കാരുടെയും ദേശീയതയെ പ്രതിനിധാനം ചെയ്യുന്ന എന്തെങ്കിലുമാണോ? നിങ്ങൾ രാജ്ഭവനിൽ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ അടയാളമാണ്. നിങ്ങളുടെ ത്രികോണത്തിലുള്ള കാവിക്കൊടി പിടിച്ചിട്ടുള്ള ഒരു വനിത നിൽക്കുന്ന ചിത്രമാണ് ഒരു സിംഹത്തിന്റെ അടുത്ത്. അതെങ്ങനെയാണ് എല്ലാ ഇന്ത്യക്കാരുടെയും ഭാരതമാതാവുക? അഭിലാഷേ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഭാരത് മാത എന്ന സങ്കല്പത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ ബഹുമാന്യനായ സമ്പത്ത് അതിൽ വിശ്വാസമില്ല എന്നാണ് ആദ്യം തന്നെ സൂചിപ്പിച്ചത്. ഭാരത് മാത കീ ജയ് വിളിക്കുന്നത് പോലും അത് ശരിയല്ല എന്നുള്ള നിലയ്ക്കാണ് ശ്രീ സമ്പത്ത് ഇവിടെ ചർച്ചയെ തുടക്കത്തിൽ പറഞ്ഞത്. അദ്ദേഹം ഒരു കത്ത്, മാതൃഭൂമിയിൽ വന്നൊരു കത്ത് വായിച്ചിട്ട് പറഞ്ഞതുപോലും ഈ സ്വതന്ത്ര ഭാരതത്തിൽ ജനഗണമന ദേശീയ ഗാനം പാടുമ്പോൾ ഭാരത് മാതാ കീ ജയ് വിളിച്ചിരുന്നില്ല, ഇപ്പോൾ വിളിക്കുന്നുണ്ട്. അത് വലിയ അപരാധം പോലെയാണ്. അഭിലാഷ, തെറ്റിവിടെയാണ്, കുറ്റം ഇവിടെയാണ്, അല്ലാതെ ഒരു പോർട്രേറ്റിൻ്റെ പേരിലുള്ള പ്രശ്നമല്ല അഭിലാഷ് ഇത്. അങ്ങനെ നിങ്ങൾ ഇതെന്തുകൊണ്ട് ഈ തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു? നമുക്കറിയാം, ഇന്നൊരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലായി ചർച്ച നടക്കുന്നത് തന്നെ ഇല്ലേ? ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തലേന്നും അതിൻ്റെ ആ 2-3 ആഴ്ചകളിലാണല്ലോ ഈ വിഷയം കേരളത്തിൽ സജീവ ചർച്ചയ്ക്ക് വരുന്നത്. ഇത് എന്തുകൊണ്ട് ഇത് ചർച്ചയ്ക്ക് വരുന്നു? ഇത് ഞാൻ കേവലം സമ്പത്തിന്റെ പാർട്ടിയെ മാത്രം ഞാൻ ഇതിനകത്ത് ഒറ്റപ്പെടുത്തി നിർത്തിയിട്ട് ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ 2 മുന്നണികളും കേരളത്തിൽ മാത്രം ഒരു നറേറ്റീവാണിത്. അവസാനിപ്പിച്ചോട്ടെ അഭിലാഷ്, അഭിസംബോധന ചെയ്തു പോകണമല്ലോ. ഈ രാജ്യത്തിന്റെ ചിഹ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ രാജ്യത്തിന്റെ ചിഹ്നമായി ഒഫീഷ്യലി അംഗീകരിക്കപ്പെട്ട ഒന്നല്ലല്ലോ താങ്കൾ പറയുന്ന ഈ ഭാരത് മാത. ഭാരത് മാതാ കീ ജയ് സ്വാതന്ത്ര്യ സമരകാലത്ത് മുഴങ്ങിയിട്ടുണ്ട്. അതിനെ ഒരു പൊളിറ്റിക്കൽ സിംബലായി നിങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം അതാണ് ഭാരതമാതാവ് എന്ന് പറഞ്ഞാൽ അതെല്ലാവരും അംഗീകരിക്കുന്ന ഒന്നാണോ? പിന്നെ ഇന്ത്യയുടെ അംഗീകരിക്കപ്പെട്ട ദേശീയ ചിഹ്നങ്ങളോടും ദേശീയ ഗാനത്തോടുമുള്ള സമീപനം എന്തായിരുന്നു? വിവിധ ഘട്ടങ്ങളിൽ നിങ്ങളുടേത് ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ്ണ പതാക സ്വീകരിക്കപ്പെട്ടപ്പോ ഭഗവത്ധ്വജത്തിന് മുമ്പിലല്ലാതെ ഒരു സ്വാഭിമാന ഹിന്ദുവിന് തലകുനിക്കാനും വണങ്ങാനും ആവില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് മാധവ് സദാശിവ ഗോൾവാൾക്കർ. ചരിത്രമാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജോർജ് അഞ്ചാമനെ പ്രകീർത്തിക്കാൻ എഴുതിയതല്ലേ എന്ന് ചോദിച്ച ആളുകളാണ്. അപ്പൊ ഇന്ത്യയുടെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ദേശീയ ചിഹ്നങ്ങളെ, ദേശീയ മുദ്രകളെ അംഗീകരിക്കാതെ നിങ്ങൾ പൊളിറ്റിക്കലായി നിർമ്മിച്ച ഒരു സാധനം എടുത്തിട്ട് എല്ലാവരും അത് അംഗീകരിച്ചോളണം, ഔദ്യോഗിക പരിപാടിയിൽ ഇതേ വെക്കൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അവിടെയാണ് എന്റെ ചോദ്യം. ഗവർണർ അദ്ദേഹത്തിന്റെ സ്വകാര്യമായ വിശ്വാസത്തിന്റെയോ സ്വകാര്യമായ താല്പര്യത്തിന്റെയോ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ, പൊതുപരിപാടിയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആദർശങ്ങൾ കടന്നു വരിക? അതെങ്ങനെയാണ് അഭികാമ്യമാവുക? അഭിലാഷ്, താങ്കൾ ആദ്യം തെറ്റ് പറയുന്ന കാര്യങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഞാൻ അതിന്റെ ഡിഫറൻറ്റ് ഡയമെൻഷനിൽ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്, താങ്കൾ ഇടപെടുന്നത് കൊണ്ട്. താങ്കളുടെ പ്രശ്നം എന്താ ഇപ്പം? എനിക്ക് തോന്നുന്നു സമ്പത്തിന്റെ പ്രശ്നമല്ല താങ്കളുടെ പ്രശ്നം. കാരണം സമ്പത്ത് പറഞ്ഞ കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു, താങ്കൾ പറയുന്ന കാര്യം എനിക്ക് ഇപ്പോഴും ബോധ്യപ്പെടുന്നില്ല. എൻ്റെ ചോദ്യം, താങ്കൾ ഈ ഭാരത് മാതാവ് അവിടെ ഇരിക്കുന്ന പോർട്രേറ്റിൻ്റെ ആ ഒരു സാങ്കേതിക പ്രശ്നമാണോ താങ്കളുടെ പ്രശ്നം? സമ്പത്തിൻ്റെ പ്രശ്നം അതല്ല. താങ്കളുടെ പ്രശ്നം അതാണെങ്കിൽ അതിനെനിക്ക് കൃത്യമായ മറുപടിയുണ്ട്. RSS ഒരു കാലത്ത് ഏതെങ്കിലും ഒരു പോർട്രേറ്റ് കൃത്യമായി അവതരിപ്പിച്ച് ഇത് ഭാരത് മാതാവാണെന്നൊന്നും പറഞ്ഞിട്ടില്ല സാർ. ഈ ഭാരതത്ത്, ഈ നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല, ഈ ലോകത്ത് പല രാജ്യങ്ങളും ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തന്നെ പൗരാണികമായിട്ടായാലും അല്ലെങ്കിൽ വേദകാലത്തായാലും അതിനുശേഷം രാജവാഴ്ചക്കാലത്തായാലും പിന്നീട് സ്വാതന്ത്ര്യ സമരകാലത്തായാലും പല ഘട്ടങ്ങളിലും നമ്മൾ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് സാർ ഭാരത് മാതാവ് എന്നുള്ള സങ്കല്പം. അതേപോലെ തന്നെ ഈ പറയുന്ന കൊടി, താങ്കളിപ്പം ഈ കാവി പതാകയെ പറ്റിയിട്ട് പറഞ്ഞല്ലോ. കാവി പതാക ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ പതാകയാണെന്നുള്ള വാദം വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ കാവി പതാകയെ സംബന്ധിച്ച് താങ്കൾ പറയുമ്പോൾ അതെന്തൊരു അന്യം നിന്ന സാധനം പോലെ താങ്കൾ കാണണ്ട. ഈ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് താങ്കളുടെ ദൃഷ്ടിയിൽ 1947 തൊട്ട് മുമ്പുള്ള ഒരു 50 വർഷക്കാലത്തെ സമരമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർക്കാണ് ഇത് ഈ പ്രശ്നം. ഈ പറയുന്ന താങ്കൾ പറഞ്ഞ ഈ കൊടി ഉണ്ടല്ലോ, അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് സാർ. ഇന്ന് ഭാരതം ഇപ്പോൾ ഈ നിലവിൽ ഈ വർഷം 2025 എന്ന് പറയുന്ന വർഷം ഭാരതത്തിൻ്റെ ഗവൺമെൻറ് മാത്രമല്ല ഭാരതം മുഴുവൻ ആഘോഷിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? 300 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യം ഭരിച്ചിരുന്ന ഒരു റാണിയുണ്ട്, റാണി അഹല്യാഭായ് ഹോൾക്കർ. 300 വർഷം മുമ്പാണ്. 1947 ശേഷം ജനാധിപത്യ രീതിയിൽ ഭരണത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കുന്ന മുഴുവൻ പദ്ധതികളും, അത് ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ, ആ ഒരു വിഷൻ രാജഭരണകാലത്ത് 300 വർഷം മുമ്പ് ഈ രാജ്യത്ത് സമർത്ഥമായി നടപ്പിലാക്കിയ ഒരു രാജ്ഞിയാണ് റാണി അഹല്യാഭായ് ഹോൾക്കർ. അവരുടെ 300ാം ജന്മവാർഷികമായിട്ട് നമ്മൾ ഈ വർഷം കൊണ്ടാടുകയാണ്. അവർ പോലും അവരുടെ ഭരണം നടത്തുമ്പോൾ അവർ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വനിതയാണ്. ഈ ചരിത്രം പഠിക്കണം. അന്ന് അവർ കാരണം 300 വർഷം മുമ്പാണ്. ആ 300 വർഷം മുമ്പ് അവർ പോലും ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് സാർ ഈ പറയുന്ന നിങ്ങളിപ്പം വളരെ പുച്ഛത്തോടു കൂടി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന കാവിക്കൊടി. അതുകൊണ്ട് കാവിക്കൊടിക്ക് ഞാൻ പറഞ്ഞല്ലോ, വേദകാലത്തും പൗരാണിക കാലത്തും രാജഭരണകാലത്തും സ്വാതന്ത്ര്യ സമരകാലത്തും സാർ അതിന് വളരെ കൃത്യമായ റിലവൻസ് ഉണ്ട് സാർ. നിങ്ങൾക്ക് അതിനെ നിഷേധിക്കാം. കാരണം നിങ്ങളുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ 1947 തൊട്ട് മുമ്പുള്ള 50 വർഷക്കാലത്തെ സമരമേ നിങ്ങൾ പറയുന്നുള്ളൂ.
അപ്പോൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോലും ഈ രാജ്യത്തിനെ ചേർത്ത് നിർത്താൻ, ഒരുമിച്ച് നിർത്താൻ, ഈ രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി ഈ പതാകയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ 1947 ശേഷം നമ്മുടെ രാജ്യം നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചു. ആ ദേശീയ പതാക ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ ഗവർണർ, ഇല്ലേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംഭവം കൃഷിമന്ത്രിയുടെ ഭാഗമായിട്ട് കൃഷിമന്ത്രി വിവാദം എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ശരി കാവിക്കൊടിയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, ത്രിവർണ്ണ പതാക വെക്കാം എന്ന് പറഞ്ഞപ്പോഴും അത് അംഗീകരിച്ചിട്ടില്ല. ഭാരതാംബയെ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് CPIയുടെ മന്ത്രി പ്രസാദ്. ഇവിടെ സമ്പത്ത് ഇതാണ് പറയുന്നത്, ഇതാണ് ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇവർക്ക് ഭാരതാംബയോടും കാവിക്കൊടിയോടും ത്രിവർണ്ണ പതാകയോടുള്ള പ്രത്യേകിച്ചുള്ള താല്പര്യമല്ല, മറിച്ച് ഈ സാർ ഞാനൊന്ന് അവസാനിപ്പിച്ചോട്ടെ. കൃത്യമായി സാർ ആ രാഷ്ട്രീയമാണ് സാർ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ പ്രത്യേകിച്ച് ഇന്നലെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് തലേന്ന് വന്ന് മുഖ്യമന്ത്രി ചില വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു ധാരണയുണ്ട് എന്തെന്നറിയോ? ഞാനൊന്ന് അവസാനിപ്പിച്ചോട്ടെ. കേരളത്തിൻ്റെ ഒരു പൊതുധാരണ എന്തെന്നറിയോ? രണ്ട് മുന്നണികളും വെച്ച് പുലർത്തുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഇപ്പം തന്നെ കോൺഗ്രസിൻ്റെ ബഹുമാന്യനായ ഒരു പ്രതിനിധി ഇവിടെയുണ്ട്. നമ്മളൊന്ന് ആലോചിക്കണം. ഇന്ന് ശശി തരൂർ ഒരു വലിയ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എന്താ പ്രസ്താവന? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ മലപ്പുറം ജില്ല കയറ്റിയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, നിലമ്പൂർ കയറ്റിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. എന്താ ശശി തരൂരിനെ കയറ്റാത്തതിൻ്റെ കാര്യം എന്നറിയോ? ഇവരുടെ തെറ്റിദ്ധാരണയാണ്. ശശി തരൂർ അവിടെ വന്നാൽ അവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ, കാരണം ശശി തരൂർ പാകിസ്ഥാനെതിരായി, പാകിസ്ഥാൻ ഭീകരവാദത്തിനെതിരെ ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് അതിന് ഭാരതത്തിന് വേണ്ടി സംസാരിച്ച ആളാണ്. അപ്പോൾ പാകിസ്ഥാനെതിരെ നിലപാടെടുത്ത ഈ ശശി തരൂരിനെ നിലമ്പൂര് കൊണ്ടുവന്നാൽ അവിടുത്തെ ഒരു ജനവിഭാഗം വോട്ട് ചെയ്യില്ല എന്നുള്ള തെറ്റിദ്ധാരണ, ഞാൻ അടിവരയിട്ട് പറയുകയാണ്, തെറ്റിദ്ധാരണയാണിത്. ഇത് തന്നെയാണ് ഈ രണ്ട് മുന്നണികളും പയറ്റുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. ഇവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാനിപ്പോൾ അവസാനിപ്പിക്കാം, ഒരു മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ പല നാടകങ്ങളും പറയും. അവർ വലിയ പുരോഗമന ചിന്താഗതിക്കാരാണ്, അവർ മതേതരത്തിൻ്റെ അപ്പോസ്തലന്മാരാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പോലും തീവ്രവാദികളായിട്ടുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളെ കൂടെ നിർത്താൻ കോൺഗ്രസ് മുന്നണി അസോസിയേറ്റ് ആക്കിയിരിക്കുക, അസോസിയേറ്റ് മെമ്പർ ആക്കിയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയെ. മറ്റൊരു പീഡിപ്പിക്കപ്പെട്ട പാർട്ടി എന്നുള്ള ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് രാജ്ഭവനിൽ നടന്ന നാടകം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. രാജ്ഭവനിൽ നടന്ന ഈ നാടകം പോലും അതിന്റെ ബാക്കി പത്രമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്.